ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ട് മാസ്. മൈ ഡിയർ സ്വത്തുകുട്ടികളെ, ഇന്നൊരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതും ഈ വർഷം പുറത്തിറങ്ങിയ ഡാൻസിങ് വില്ലേജ് ദ കേഴ്സ് ബിഗിൻസ് എന്ന ഏറ്റവും പുതിയ ചിത്രം. കോപ്പിറൈറ്റ് കിട്ടാതിരിക്കാൻ സകല ദേവികളോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓൾറെഡി ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇന്തോനേഷ്യൻ പ്രേത സിനിമകൾക്ക് പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. അവരെ നാടൻ ഈ പ്രേത സിനിമകൾക്കും പല നിഗൂഢ കഥകൾക്കും പേര് കേട്ടതാണ്. നമുക്കെന്നാൽ ഈ ചിത്രത്തിൽ പറയപ്പെടുന്ന ആ വിചിത്ര ഗ്രാമത്തിന്റെ കഥയിലേക്ക് ചെല്ലാം. പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ 1955 ഡാൻസിങ് വില്ലേജ് എന്നൊരു വില്ലേജ്. അവിടെ ഒരുപാട് പെൺകുട്ടികൾ കണ്ണിലെ കൃഷ്ണമണിയൊന്നും കാണാതെ വെളുത്ത കണ്ണുകളുമായി നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് മുന്നിലായിട്ട് ഒരു അമ്മച്ചി ഇരിപ്പുണ്ട്. അവരിങ്ങനെ പ്രാർത്ഥിക്കുക, ഈ വനത്തിലെ ദേവതേ, നിങ്ങളാണ് ഈ വനത്തിന് നേതാവ്. ഞാനിതാ ഈ നൃത്ത കലാകാരികളെ നിനക്ക് മുന്നിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അതിലാരെയാണോ നീ തിരഞ്ഞെടുക്കുന്നത് അവരെ തിരഞ്ഞെടുത്തോളൂ. ഈ ഗ്രാമത്തെ ദുഷ്ടശക്തികളിൽ നിന്നും രക്ഷപ്പെടുത്തു. ഇതിങ്ങനെ അവർ പറഞ്ഞ് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന ഓരോ പെൺകുട്ടികളായി ബോധം കെട്ട് വീഴാണ്. അവസാനം ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അവള് വീണ്ടും വീണ്ടും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു. കട്ട് ചെയ്താൽ ഇതേ അമ്മച്ചി, ആ പെൺകുട്ടിയുടെ അടുത്തുണ്ടായിരുന്ന അമ്മച്ചി, കയ്യിലൊരു ചെറിയ ആമാടപ്പെട്ടിയുമായിട്ട് എങ്ങോട്ടോ ഓടിപ്പോവാണ്. ഈ ഗ്രാമത്തിന് മുന്നിലായിട്ടൊരു ഇന്ത്യ ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് കടന്നു പോയാൽ ഈ ഗ്രാമം കഴിഞ്ഞു. അവിടെ ഒരു പെൺകുട്ടിയും മറ്റൊരു ബ്യുട്ടുക്ക് എന്ന മന്ത്രവാദിയും ഉണ്ടാവും. അവിടേക്ക് ഈ അമ്മച്ചി ചെന്നിട്ട് ഈ കയ്യിലെ പെട്ടി ആ പെൺകുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് ഇതുമായി ഈ ഗ്രാമം വിട്ടു പോയേക്ക്, ഇനി ഇങ്ങോട്ട് തിരിച്ചു വരരുത് എന്ന് പറയും. ഉടനെ ആ മന്ത്രവാദി ഇങ്ങനെ വരൂ എന്ന് വിളിച്ച് ആ പെൺകുട്ടിയെയും കൊണ്ട് ഓടാൻ തുടങ്ങുന്നു. അതിവേഗത്തിലാണ് അവർ ഓടുന്നത്. ഇപ്പൊ ചോളക്കാട് എത്തിയിട്ടുണ്ട്. ആരോ അവരെ പിന്തുടരുന്നുണ്ടാവും. ഈ മന്ത്രവാദി പറയും, പുറകിലേക്ക് തിരിഞ്ഞു നോക്കല്ലേ, ഞാനതിനെ തടയാം, നീ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടേക്ക്. ഏതോ ഒരു ശക്തിയോ പന്നിയോ എരുമയോ ഈ മന്ത്രവാദിയെ നോക്കി വരുന്നുണ്ട്. എന്താണെന്നറിയില്ല. നമ്മുടെ പെൺകുട്ടിയാണെങ്കിൽ വീണ്ടും ഓടുന്നു. ചോളത്തിന്റെ ഒരു കാട് കഴിഞ്ഞ് വീണ്ടും നിഗൂഢവനം. അതിലവൾ തനിച്ചോടുമ്പോ കാല് തന്നെ തെറിച്ച് ഒരു കല്ലി അടിച്ച് വീഴും. അപ്പൊ ഈ പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന ആ അമ്മച്ചി കൊടുത്ത വളയം അത് ദൂരേക്ക് മാറി വീഴുന്നുണ്ട്. ഇപ്പോഴാണ് അതെന്താണ് സംഭവം എന്ന് കാണിക്കുന്നത്. ഇതവൾ എടുക്കുമ്പോൾ പുറകീന്നൊരു ശബ്ദം, മോളെ അതെടുക്കരുത്, അതെടുത്തിട്ട് നീ ഇവിടുന്ന് പോയി കളയരുത്, നിനക്കത് ആപത്താണ്, അനാവശ്യമായ പ്രശ്നങ്ങളിൽ തലവയ്ക്കരുത്, തിരിച്ചു തന്നേക്ക് എന്നും പറഞ്ഞ് ഒരു വനദേവതയെപ്പോലൊരു സ്ത്രീ കൈനീട്ടി ഇവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ അമ്മച്ചി പറഞ്ഞതായിരുന്നു ഒരിക്കലും തിരിച്ചു കൊടുക്കരുത്, അതും കൊണ്ട് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ. ഇവള് കൊടുക്കില്ല. തലയിൽ മുറിവായിട്ടുണ്ടെങ്കിലും ഇവൾ ആ വളയെടുത്ത് ആ ഗ്രാമം താണ്ടി ഓടി രക്ഷപ്പെടാണ്. ഈ ഭദ്രകാളി അവിടെ കിടന്ന് കാറി നിലവിളിക്കുന്നുണ്ടാവും. അവിടുന്ന് സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താൽ 25 വർഷങ്ങൾക്ക് ശേഷം 1980 ഒരു തവളക്കൊട്ട ബസ് വരുന്നുണ്ട്. ഈ ബസ്സിൽ നിന്നും 2 ആണ് 1 പെണ്ണ്. 3 പേര് ഏതോ ടൗണിൽ നിന്ന് അധികം വളർച്ചയില്ലാത്തൊരു റിമോട്ട് വില്ലേജിലേക്ക് വന്നിരിക്കുന്നു. അതിൽ ഈ കണ്ണടക്കാരൻ സുഹൃത്തും മറ്റേ പൊടിമീശക്കാരൻ ഈ പെൺകുട്ടിയുടെ കസിനുമാണ്. എല്ലാ ആമ്പിള്ളേർക്കും നീളം മുടിയുണ്ട്. ആ കാലത്തെ സ്റ്റൈലാന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ നാടും ഇന്തോനേഷ്യൻ തമ്മിൽ പൂർവിക ബന്ധങ്ങൾ ഒരുപാടുണ്ട്. ഒരു ദിവസം പോയി അതെന്താന്ന് മനസ്സിലാക്കണം. ഇപ്പോ ഈ 3 പേരിൽ കൂടെ വന്ന സുഹൃത്ത് അവന്റെ ഏതോ ഒരു പഴയ കൂട്ടുകാരനെ മീറ്റ് ചെയ്യുന്നു. ആ 3 ആൺപിള്ളേരും കൂടെ എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ നേരം പെൺകുട്ടി വെറുതെ നിൽക്കുന്നുകൊണ്ട് ചന്തയൊക്കെ ഒന്ന് ചുറ്റിക്കാണെന്ന് പറഞ്ഞ് ചന്തയ്ക്കകത്തൂടെ നടക്കും. അപ്പോൾ ഒരു സ്ഥലത്ത് ഇറച്ചി വെട്ടുകാരൻ എന്തോ മന്ത്രവും ജപിച്ച് ഞാഞ്ഞ് ഇറച്ചി വെട്ടുന്നുണ്ടാവും. ഇവൾ അയാളുടെ അടുത്തേക്ക് പോകുമ്പോൾ അങ്ങോട്ട് പോകരുത് കുഞ്ഞേ, അങ്ങോട്ട് പോകരുത് എന്നൊരു നിലവിളി. ഈ കസിൻ വന്ന് മുട്ടുമ്പോൾ ഞെട്ടിയ പെണ്ണ് തിരിഞ്ഞൊന്നുകൂടെ അതേ സ്ഥലത്തേക്ക് നോക്കുകയാണ്. അവിടെ അങ്ങനത്തെ ഒരാളുണ്ടായിരുന്നില്ല. ഇവൾക്ക് തോന്നിയതായിരുന്നു. എന്നും പറഞ്ഞ ലൈറ്റ് തെളി. ആ കൂട്ടുകാരൻ, ഈ ഗ്രാമത്തിലൊരു കൂട്ടുകാരനെ കണ്ടില്ലേ, അവർക്ക് ഇവര് 2-3 പടങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് ഈ ഗേറ്റ് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇവിടെ തൊട്ടടുത്തുള്ള ഏതോ ഒരു ഗ്രാമമാണെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. ആ ഗ്രാമത്തിലേക്ക് ഞങ്ങൾക്ക് പോകണം. അപ്പൊ ആ ഷർട്ടിടാത്ത കൂട്ടുകാരൻ പറയും, ഈ നാട്ടിലെ എല്ലാ ഗ്രാമങ്ങളിലും ഗേറ്റ് ഉണ്ട്, അതിൽ നിങ്ങൾ പറയുന്ന ഗ്രാമത്തെ ഞാനെങ്ങനെ കണ്ടുപിടിക്കാനാ? അപ്പൊ ഇവര് പറയും, ഞങ്ങൾക്ക് ആ ഗ്രാമം കണ്ടുപിടിച്ചേ തീരോ. കാരണം മില, ആ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് സുഖമില്ല, അവരുടെ രോഗം മാറണമെങ്കിൽ ഈ ഗ്രാമത്തിലേക്ക് പോയേ തീരും. ഈ മനുഷ്യൻ ആ പടങ്ങൾ മാറ്റിമറിച്ച് നോക്കും. അപ്പോ ഒരു നർത്തകിയുടെ ഫോട്ടോ അതിൽ വരച്ചു വെച്ചിട്ടുണ്ട്, നമ്മുടെ നാഗവല്ലിയെ പോലെ. ആ പയ്യൻ പറയും, ഇതൊരു ഡാൻസർ ആണല്ലോ, അങ്ങനെയാണെങ്കിൽ ഡാൻസേഴ്സിന്റെ ഒരു വില്ലേജ് ഉണ്ട് ഇവിടെ, അതിനെ വിളിക്കുന്ന തന്നെ ഡാൻസിങ് വില്ലേജ് എന്നാണ്. അവിടെ നിന്ന് ഒരുപാട് ഡാൻസേഴ്സ് പല പരിപാടികൾക്കും പോകാറുണ്ട്. ഒരു പക്ഷെ അതായിരിക്കണം. അപ്പൊ മിള ചോദിക്കും, എന്നാ ചേട്ടനെ ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ?
ഉടനെ ഇയാള് അങ്ങോട്ട് പോവാനോ? അത് കാടിന് നടുവിലുള്ള ഒരു ഫോറസ്റ്റ് വില്ലേജാ, അങ്ങോട്ടൊന്നും അധികം ആൾക്കാർ പോകാറില്ല, പോണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണെന്ന് പറയുമ്പോഴേക്കും ഇവര് പണം നീട്ടും. റിസ്ക് ആണെങ്കിലും നമുക്ക് ആവശ്യത്തിന് പോയല്ലേ തീരൂ, പിന്നെ നിങ്ങൾ കൂട്ടുകാരും ആയിപ്പോയി, എന്നാ പിന്നെ ഞാൻ ചെന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാമെന്നും പറഞ്ഞ് ഇയാൾ ചെന്ന് ഡ്രസ്സൊക്കെ മാറി കുളിച്ചില്ലെന്ന് തോന്നുന്നു, ഉടനെ വരും. പിന്നെ കാണിക്കുന്നത് കൊല്ലങ്കോട്ടുനിന്ന് കൊടുവായൂർ പോകുന്ന ഒരു വഴിയാണ്. ഇതിപ്പോ ഒരു മാറ്റമില്ലല്ലോ, നമ്മുടെ അതേ ഭൂപ്രകൃതി. ഒരു പിക്കപ്പ് വാനിന്റെ പുറകെ കയറി ഇവരെല്ലാരും കൂടി മലങ്കാടുകളുടെ ഇടയിൽ കൂടെ ഏതോ ഒരു ദുരൂഹ സ്ഥലത്തേക്ക് എത്തിപ്പെട്ടു. ഇനി അവിടെ നിന്ന് ഈ വണ്ടി പോവില്ല, നടന്ന് തന്നെ ഇവർക്ക് പോകണം. അവിടെ നിന്ന് ഇറങ്ങി ഇവർ നടക്കാൻ തുടങ്ങും. അപ്പൊ ഇവർ ഈ പോകുന്ന വഴിക്ക് തന്നെ ദർപ്പണം കൊടുത്തതിന്റെ സാധനങ്ങളൊക്കെ കിടക്കുന്ന കാണാം. ഇവർക്ക് ലേശം പേടിയും തോന്നും, എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഇവരകത്തേക്ക് പോകുന്നു. ശരിക്കും ഒരു ഉൾക്കാട്, നേരെ ചൊവ്വയുള്ള വഴിയൊന്നുമില്ല, ഒരു കരിയില കൂടിയ വഴി. ഇതിലിങ്ങനെ ഇവര് പോകുമ്പോൾ ഈ പെണ്ണിന് ചില ശബ്ദങ്ങൾ കേൾക്കാം, മിളക്കി. നമുക്കാണെങ്കിൽ ഒരു രൂപവും കാണിക്കുന്നുണ്ട്, ആമ്പിള്ളേർക്ക് ആ രൂപം കാണില്ല. വീണ്ടും ഇവരകത്തേക്ക് പോകുന്നു. അവസാനം നമ്മൾ പടത്തിന്റെ തുടക്കത്തിൽ കണ്ടില്ലേ ഒരു ഗേറ്റ്, അതിന്റെ മുന്നിലേക്ക് ഇവരെത്തിച്ചേരും. ഇതല്ലേ നിങ്ങൾ ആ പടത്തിൽ കാണിച്ച ഗേറ്റ് എന്നാ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്. ഇവർക്കറിയാൻ പാടില്ല, ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവര് വീണ്ടും അകത്തേക്ക് പോകുന്നു. ആ ഗ്രാമത്തിൽ വലിയവരും ചെറിയവരും എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഡാൻസ് പഠിക്കുന്ന ഒരു ഡാൻസ് ക്ലാസ് ഇവർ കാണും. വീണ്ടും ഇവരകത്ത് പോയിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചേച്ചിയോട് ഈ ഗ്രാമത്തിലെ ഗ്രാമത്തലവനാരാ, ഞങ്ങൾക്ക് അയാളോട് സംസാരിക്കണം എന്ന് പറയും. അപ്പൊ ആ ചേച്ചി, ഇതിലെ തലവി എൽഡർ പുത്രി, ആ പുത്രി മരണപ്പെട്ടോ, ഇനിയുള്ളത് ബുയൂത്താണ്, ബുയൂത്തു ആണെങ്കിൽ ഇവിടെ ഇല്ല. അപ്പൊ മിള്ള ചോദിക്കും, ബുയൂത്തിനെ എപ്പോഴാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റുകയെന്ന്. ബുയൂത്ത് ദൂരെ പോയിരിക്കുകയാണ്, എപ്പോഴാണ് വരണേന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നാ ചേച്ചി പറയും. ഉടനെ കസിൻ, അങ്ങനെയാണെങ്കിൽ ബുയൂത്ത് വന്നതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം, ഇവിടെ വെറുതെ നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ മിള്ള പറയും, നമ്മളിവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ ബുയൂത്ത് വരുന്നത് നമ്മൾക്ക് എങ്ങനെ അറിയാൻ പറ്റും, നമുക്ക് കാത്തിരിക്കാം കുറച്ച് സമയം കൂടെ, അങ്ങേര് വരട്ടെ. അപ്പൊ ഈ കസിൻ അതേ ചേച്ചിയോട്, ചേച്ചി ഞങ്ങൾ ദൂരേന്ന് വരുന്നവരാ, ഞങ്ങൾക്കിവിടെ ബന്ധുക്കളോ സ്വന്തക്കാരോ ആരുമില്ല, ബുയൂത്തിനെ കാണാതെ പോകാനും വയ്യാതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും താമസിക്കാനുള്ള സൗകര്യമുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ആ ചേച്ചി പറയും, അങ്ങനെ ഇവിടെ താമസിക്കാനുള്ള ഗസ്റ്റ് ഹൗസ് ഒന്നുമില്ല, പിന്നെ ആ ഗാർഡ് പോസ്റ്റ് ഉണ്ട്, അവിടെ വേണമെങ്കിൽ പോയി കിടന്നോ, അതാവുമ്പോൾ ആരും ചോദിക്കില്ല. അതെവിടെയാണോ എന്ന് ഇവർ ചോദിക്കുമ്പോൾ ആ ചേച്ചി കാണിച്ചു തരാന്ന് പറഞ്ഞ് ഇവരെ കൊണ്ടുപോകും. നിങ്ങളെ പേരെന്താണ് ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ ആ ചേച്ചി പറയാണ് സുന്ദരി എന്ന്. സോ നമ്മുടെ പേരുകളുമായിട്ടും പല സാമ്യം ഉണ്ട് അവരെ നാടിന്. ഒരു ബസ് സ്റ്റോപ്പ് പോലത്തെ സ്ഥലം ആ അക്ക കാണിച്ചു കൊടുത്തിട്ട് നിങ്ങളെല്ലാവരും ഇവിടെ കടന്നോ എന്ന് പറയും. അതാണെങ്കിൽ ഒരു അടച്ചുറപ്പില്ലാത്ത സ്ഥലമാണ്. അവിടെ ഈ പെൺകുട്ടിയെ കടത്താൻ കസിൻ ചെക്കൻ തയ്യാറാവില്ല, അവൾക്ക് കുറച്ച് സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലം നോക്കട്ടെ എന്നും പറഞ്ഞ് ആ ഗാർഡ് പോസ്റ്റിന് അരികത്തുള്ള വീട്ടിലേക്ക് ഈ പയ്യൻ ചെല്ലും. അവിടെ ഒരു പെൺകുട്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയോട് ഇവർ കാര്യം പറയും, ഞങ്ങൾ ദൂരെ നിന്ന് വരുന്ന ബുയൂത്തിനെ കാണണം, താമസിക്കാൻ വേറെ സ്ഥലമില്ല, ഞങ്ങൾ ആമ്പിള്ളേരായതുകൊണ്ട് അവിടെ കിടന്നോളാം, പക്ഷെ എന്റെ കസിന് പെൺകുട്ടിയല്ലേ, അവളെ നിങ്ങളുടെ വീടിനകത്ത് സ്റ്റേ ചെയ്യിക്കാൻ പറ്റുമോ? ഈ പെണ്ണ് പറ്റില്ല, എന്റെ വീട്ടുകാർ സമ്മതിക്കില്ല, കുഴപ്പമാണെന്നൊക്കെ പറയുമ്പോൾ ദയവേത് സമ്മതിക്കണം, ഞാൻ പണം തരാമെന്ന് പറഞ്ഞ് ഈ പയ്യൻ പണം എടുക്കാൻ തുടങ്ങും. അപ്പൊ ആ പെൺകുട്ടി വേണ്ട പണമൊന്നും വേണ്ട, നിങ്ങളുടെ കസിൻ ഒരു പെണ്ണല്ലേ, ഞാനും ഒരു പെൺകുട്ടിയാണ്, സഹായിക്കാതിരുന്നാൽ ശരിയല്ല, അവരെ വന്ന് കിടന്നോളാൻ പറയൂ, ഞാൻ സ്പേസ് കൊടുക്കാം. അങ്ങനെ മിള ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരുന്നു. ആ പെൺകുട്ടി മിളയ്ക്ക് തന്റെ വീടൊക്കെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് അധികം ശബ്ദം ഉണ്ടാക്കരുത്, എന്റെ മദറിന് സുഖമില്ല, നിങ്ങൾ ഈ അകത്ത മുറിയിൽ കിടന്നോന്ന് പറഞ്ഞ് മുറി കാണിച്ചു കൊടുക്കും. രാത്രിയായി. നമ്മുടെ ചെറുക്കന്മാരൊക്കെ ബസ് സ്റ്റോപ്പിൽ കിടന്നു ഉറങ്ങി. രാത്രി കുറെ മനുഷ്യർ അധികം ശബ്ദം ഉണ്ടാക്കാതെ ഈ ഗ്രാമത്തിലേക്ക് വരുന്നുണ്ട്. ഈ മനുഷ്യര് വരാൻ തുടങ്ങിയപ്പോൾ കത്തിച്ച റാന്തല് കെട്ടുപോയി. അപ്പോഴാണ് ഒരു ചെറുക്കൻ പെട്ടെന്ന് കണ്ണു തുറന്ന്, എന്താ റാന്തല് കെട്ടുപോയെ, ഒന്നുകൂടി കത്തിച്ചു നോക്കാന്നും പറഞ്ഞ് അവൻ കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു രൂപം ഇവന്റെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട്. പെട്ടെന്ന് അത് മാഞ്ഞുപോയി. അത് മനുഷ്യനല്ലാന്ന് അപ്പളാ മനസ്സിലായത്. ഈ സമയത്ത് നമ്മുടെ മിള, അവളെ രാത്രി വെള്ളം കുടിക്കാൻ എഴുന്നേൽക്കവേ ഈ പെണ്ണിന്റെ അമ്മ കടന്ന് എന്നൊക്കെ ശബ്ദം ഉണ്ടാക്കുന്ന ഇവള് കേൾക്കും. വാതില് തുറന്ന് നോക്കുമ്പോൾ അതിന് തീരെ വയ്യാതെ കിടന്ന് പെടയാണ്. അപ്പണ്ട് തൊട്ടടുത്ത മുറി തനിയെ തുറന്നിട്ട് അതിനകത്ത് നിന്ന് മറ്റാരോ സംസാരിക്കുന്നു. എന്റെ സുന്ദരിയായ കുഞ്ഞെ, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, നീ ഇപ്പോഴാണോ വന്നത്? നമ്മൾ നേരത്തെ കണ്ട ആ വനദേവതയുടെ ഒരു രൂപം. പെട്ടെന്ന് ഡോറ് വലിഞ്ഞടയും, ലൈറ്റ് തെളിയുന്നു. ഇവള് പേടിച്ച് അകത്തുപോയി മിണ്ടാതെ തന്റെ മുറി കിടന്നുറങ്ങുക. പിറ്റേന്ന് രാവിലെയായി. ആ പെൺകുട്ടി, നിങ്ങൾക്കുള്ള ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ അമ്മയ്ക്ക് എന്തെങ്കിലും കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മയുടെ മുറിയിലേക്ക് കയറിപ്പോകും. അമ്മയ്ക്ക് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, എനിക്കത് പറയാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവൾ അകത്തേക്ക് കയറിപ്പോകുന്നു. ആ പെൺകുട്ടിയുടെ അമ്മയാണെങ്കിൽ ഈ ശബ്ദം പലതും ഉണ്ടാക്കുന്നു എന്നല്ലാതെ അതിന് സംസാരിക്കാൻ പറ്റുന്നില്ല. അപസ്മാരം വന്നതുപോലത്തെ ഒരവസ്ഥ. കണ്ണൊക്കെ ചുവന്ന് വായന്ന് പലതരം ദ്രവം ഒലിച്ചിട്ട് ശരീരമൊക്കെ പൊള്ളിത്തടിച്ച
വിളിച്ചതുപോലെ. അവരെന്തിനെയോ കണ്ട് പേടിക്കുന്നുമുണ്ട്. എന്താണെന്നറിയില്ല. അവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് ഈ പെണ്ണ് വന്ന് ഐ എം സോറി, എൻ്റെ വീട്ടിലെ അവസ്ഥ ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സ്വീകരിക്കാതിരുന്ന്, ഒന്നും ധരിക്കല്ലേ എന്ന് പറയും. അപ്പൊ മിളയാണെങ്കിൽ എൻ്റെ അമ്മയ്ക്കും ഇതേ കണ്ടീഷനാണെന്ന് പറയാണ്. എക്സാക്ട്ലി സെയിം കണ്ടീഷൻ. നോക്കുമ്പോൾ മിളയുടെ അമ്മ ഇതേ അവസ്ഥയിലായിരുന്നു. അവളുടെ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടായ എന്തോ ഒരു സൂക്കേടാ. അതെന്താണെന്ന് ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആരോ പറഞ്ഞു മന്ത്രവാദിയെ വിളിച്ചു വരുത്താൻ. ഒരു മന്ത്രവാദി വന്ന് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചില പടമൊക്കെ വരച്ച് മിലയുടെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് പറയും, നിന്റെ അമ്മ ഒരു ഗ്രാമത്തിൽ നിന്നും എടുക്കാൻ പാടില്ലാത്ത സാധനവും എടുത്തിട്ടാണ് വന്നത്. അതിന്റെ ശാപാണത്. ആ സാധനം എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുപോയി ഏൽപ്പിക്കണം. ഇവൾക്ക് അതെന്താണെന്നറിയില്ല. ആ ശമം അതെവിടെയാണുള്ളതെന്ന് കാണിച്ചു കൊടുക്കും. ഇവൾ എടുത്തു നോക്കുമ്പോൾ കയ്യിലിടുന്ന ഒരു ദണ്ഡ, അത് എത്രയും പെട്ടെന്ന് അതിന്റെ ഉറവിടത്തിലേക്ക് കൊണ്ടുപോകാൻ ആ മന്ത്രവാദി പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് അവള് ഈ ഗ്രാമത്തിലേക്ക് വന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ടാണ് എൻ്റെ അമ്മയ്ക്ക് ഈ കണ്ടീഷൻ എന്ന് ഈ പെൺകുട്ടി പറയുന്നുണ്ട്. റുഹി എന്നാണ് അവളുടെ പേര്. ഇതെന്തുകൊണ്ടാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. കുഴപ്പമില്ല, ഞാനും നിന്റെ കൂടെ ഉണ്ടല്ലോ എന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. മിള അവൾ ആ ദണ്ഡം എടുത്ത് കാണിച്ചിട്ട് ഇത് തിരിച്ച് ഇതിന്റെ ഓണർക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്റെ അമ്മയുടെ അസുഖം മാറുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തന്റെ അമ്മയുടെ അസുഖവും മാറും. ഇവൾ ആ മന്ത്രവാദി കൊടുത്ത പടം ഈ പെൺകുട്ടിക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള സ്ഥലങ്ങൾ ഈ ഗ്രാമത്തിൽ എവിടെയാണെന്ന് ചോദിക്കുമ്പം അത് തപാക് തിലാസ് ആണ്. അങ്ങോട്ട് ആരും പോകാറില്ല. തനിക്ക് നിർബന്ധമാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. പക്ഷേ ബുയൂത്ത് വരട്ടെ, ബുയൂത്ത് വന്ന് എല്ലാ കാര്യങ്ങളും വിശദമായി മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോയാൽ മതി എന്ന് ഈ ലേഡി പറയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും കസിനും കൂട്ടുകാരും അങ്ങോട്ട് വരും, ഇവളെ എഴുന്നേറ്റോന്ന് അറിയാൻ വേണ്ടി. അപ്പൊ ഇവള് കസിനോട് നമ്മൾ ആ ചിത്രത്തിൽ കണ്ട യഥാർത്ഥ ഗേറ്റ് അത് റോഹി കണ്ടിട്ടുണ്ടത്രേ. ഈ ഗ്രാമത്തിന്റെ മൂലയ്ക്കാണത്. ബുയൂത്ത് വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം, എന്നിട്ട് അങ്ങോട്ട് പോകാന്ന് പറയും. അത് കഴിഞ്ഞ് രാത്രി ആ ദേവത പ്രയത്തിനെ കണ്ട കാര്യം ഇവള് കസിനോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും മറ്റേ കൂട്ടുകാർ ചൊറിഞ്ഞുകൊണ്ട് വന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് കുളിക്കാം, അല്ലെങ്കിൽ ചൊറിഞ്ഞുറിഞ്ഞ് ശരീരം മൊത്തം പുണ്ണാവും, വായോ ഏതെങ്കിലും സ്ഥലം കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് ഇവരാ റുഹിയുടെ അടുത്ത് തന്നെ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് എവിടെയാണ് കുളിക്കാൻ പറ്റുകയെന്ന്. അവള് പറയും, ഞാൻ കൊണ്ടുപോകാൻ വായോ, ഇവിടെ കുളിക്കാൻ പറ്റിയ സ്ഥലമുണ്ടെന്നും പറഞ്ഞ് ഒരു ചോളക്കാടും 2 വാഴച്ചെടിയൊക്കെ കടന്നവർ പോകുന്നുണ്ട്. സെയിം, ഒരു മാറ്റമില്ല. അതിൽ ആണുങ്ങളെ കുളിക്കുന്ന സ്ഥലത്തേക്ക് അവരെ പോകാൻ പറഞ്ഞിട്ട് റുഹി മിളയെ കൊണ്ട് ഒരു അമ്പലക്കുളത്തിലേക്ക് വരും. അമ്പലമില്ല, കുളം മാത്രമേ ഉള്ളൂ. പക്ഷെ കാണാൻ അമ്പലക്കുളം പോലെയുണ്ട്. അധികം ആഴമില്ലാത്ത ഒരു ടാങ്ക് പോലെ, സ്വിമ്മിംഗ് പൂള് പോലെ. ഇതേപോലെ മറ്റൊരു കുളം കൂടി ഈ നാട്ടിലുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എവിടെയാണെന്ന് എനിക്ക് അറിയില്ല എന്ന് റുഹി പറയും. പണ്ട് ഡാൻസേഴ്സൊക്കെ ഇതിൽ കുളിച്ചിട്ടാത്രേ നൃത്തം അവതരിപ്പിക്കാൻ പോയിക്കൊണ്ടിരുന്നു. നല്ല രാശിയാണെന്നാണ് കേട്ടത്. ശരിവായോ, ആദ്യം ശരീരം കഴുകിയിട്ട് നമുക്ക് പൂളിൽ ഇറങ്ങാമെന്നും പറഞ്ഞ് റുഹി മിളയും വിളിച്ചുകൊണ്ട് ബാത്റൂമിനകത്തേക്ക് പോകുന്നു. അവൾ അടുത്ത ബാത്റൂമിൽ, ഇവൾ ഇപ്പുറത്തെ ബാത്റൂമിൽ. ക്യാമറാമാൻ ഏത് ഭാഗത്താന്ന് അറിഞ്ഞില്ല. അവന്റെ ഫ്രെയിമിങ് അത്ര രസമല്ല. കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത മുറിയിൽ റുഹി എന്തോ ശബ്ദം ഉണ്ടാക്കുന്നതായിട്ട് മിളയ്ക്ക് തോന്നുക. നോക്കുമ്പം അവളിങ്ങനെ സ്റ്റില്ലായിട്ട് എന്തിനെയോ നോക്കി നിൽക്കുന്നു. മറ്റൊന്നും സംഭവിച്ചായിട്ട് കാണുന്നില്ല. ഇവളുടനെ പെട്ടെന്ന് ശരീരം കഴുകി പുറത്തേക്ക് ഇറങ്ങി, റുഹി നീ അകത്ത് എന്താ ചെയ്യണമെന്ന് ചോദിക്കും. അപ്പൊ റുഹി ഈ പൂളി ഇറങ്ങി ഒരു മൂലയ്ക്ക് നിന്നിട്ട്, വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്, വായോ, നല്ല സുഖമാണ്, നാണിക്കേണ്ട, വെള്ളത്തിലേക്ക് ഇറങ്ങിക്കോ എന്ന് പറയും. ഇവൾക്ക് ഇത്തിരി സംശയമാവുന്നുണ്ട്. എന്നാലും പെണ്ണ് മെല്ലെ വെള്ളത്തിലേക്ക് ഇറങ്ങും. അപ്പൊ ഈ റുഹി ഹീറോയിനടുത്തേക്ക് മെല്ലെ നീന്തി വന്ന് അവളെ ശരീരത്തൊക്കെ തൊട്ട് തലോടി ഒരു പാട്ട് പാടുന്നു. ഇതെന്ത് പാട്ടാണെന്ന് മിള ചോദിക്കും. അപ്പൊ റുഹി പറയാണ്, ഇത് ഗ്രാമവാസികൾ അവരുടെ സത്യം തെറ്റിക്കുമ്പോൾ പാടുന്ന പാട്ടാണ്. നീ ഒരിക്കലും ചെയ്തു കൊടുത്ത സത്യങ്ങൾ തെറ്റിക്കില്ലല്ലോ പെണ്ണെ എന്ന് പറഞ്ഞ് റുഹി ഒരു ഭാഗത്ത് മുങ്ങുമ്പോ ആ വനദേവത ഒരു ഭാഗത്ത് പൊന്തും. എന്റെ വള എനിക്ക് തിരിച്ചു തന്നേക്ക് എന്ന് പറഞ്ഞ് അത് വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയി. പെണ്ണ് പേടിച്ച് തിരിയുമ്പോൾ ആരെയും കാണുന്നില്ല. വെള്ളത്തിന് ചുറ്റും നിറച്ചും പാമ്പുകൾ മാത്രം. ഇവള് വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോവുകയും ചെയ്യും. ശ്വാസം മുട്ടി നിൽക്കുമ്പോഴാണ് ഭാഗ്യത്തിന് റുഹി വന്ന് പൊക്കിയെടുക്കുക. അവള് ശരിക്കും ബാത്റൂമിനകത്താണ് ഉണ്ടായിരുന്നത്. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം ഇവൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അവിടെ പാമ്പുകളുമില്ല. എന്തായാലും ഉടനെ തന്നെ അവരവിടെ നിന്ന് മാറിപ്പോകുന്നു. ഈ സമയത്ത് കുളിച്ചു കഴിഞ്ഞ് തിരിച്ച് ഗ്രാമത്തിലേക്ക് നടന്നുകൊണ്ടിരുന്ന ആമ്പിള്ളേര് അവര് വഴിതെറ്റി ഒരു ശ്മശാനത്തിലേക്ക് എത്തി. ആ പുതിയ മൂക്കം കൂട്ടുകാരൻ, അയ്യോ ഈ വഴി വരാൻ പാടില്ലല്ലോ, അത് മോശമാണ്, ഇതെങ്ങനെയാ വഴിതെറ്റിപ്പോയെന്നറിയില്ല, വായ തിരിച്ചു പോകാന്നും പറഞ്ഞ് ഇവരവിടെ നിന്ന് ഓടിപ്പോവും. അപ്പൊ കസിൻ ചോദിക്കുന്നുണ്ട്, ഈ ശ്മശാനത്തിലെ കല്ലറകൾ എന്താ കറുത്ത തുണിയിട്ട് കെട്ടിയിരിക്കണേന്ന്. ആ കൂട്ടുകാരൻ പറയും, അതിനെ കളിയാക്കല്ലേ, ദുരൂഹ മരണത്തിൽ മരിച്ചവരുടെ കല്ലറകളാണ് ഇങ്ങനെ കറുത്ത തുണിയിട്ട് കെട്ടിവെക്കുന്നത്. നോക്കുമ്പോൾ ഏകദേശം എല്ലാ കല്ലറകൾക്കും ആ കറുത്ത തുണിയിട്ട് കെട്ടിവെച്ചിട്ടുണ്ട്. അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ ഈ ഗ്രാമത്തിലേക്ക് വന്ന ആമ്പിള്ളേര് ബുയുത്തിന്റെ വീട് തേടിപ്പോവും.
ഗ്രാമത്തിലെ ഏകദേശം തലവന്റെ വീട്. അയാളെ ഉള്ളൂ ഇപ്പോൾ തലവനായിട്ട്. പുള്ളിയുടെ വീട് തേടി പോകുമ്പോൾ വീട്ടിൽ ആരുമില്ല. കുറെ കരിയലുകൾ മാത്രം ചന്നം ഭിന്നം ചെതറി കിടക്കുന്നു. ഈ ഗ്രാമത്തിലെ ആരും തന്നെ അടിച്ചു വാരുന്ന പരിപാടി ഇല്ലെന്ന് തോന്നുന്നു. എല്ലായിടത്തും ഇങ്ങനെ കരിയലുകളും വേസ്റ്റുകളും കുന്നുകൂടി കിടക്കുക. ഇവരിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു പയ്യൻ കവണ എടുത്തുകൊണ്ട് വന്ന് എല്ലാവരും കല്ല് വെച്ച് അടിക്കാൻ തുടങ്ങും. ആരാടാ ആളില്ലാത്ത സമയത്ത് ബുയൂത്തിന്റെ വീട്ടിൽ? എന്തിനാടാ നിങ്ങൾ വന്നു? ഇവര് ഞങ്ങൾ ബുയൂത്തിനെ കാണാൻ വന്നെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല പയ്യൻ. കുറെ അടിയൊക്കെ കൊണ്ട് നോക്കുമ്പം ചെറുക്കന്റെ കല്ല് തീർന്നുപോയി. ഇവര് ചെള്ളയടിച്ച് പോട്ടി ഓടിക്കോ, എവിടുന്നാടാ നീയൊക്കെ വന്നതെന്നും പറഞ്ഞ് ആ ചെറുക്കനെ ഓടിച്ചു വിട്ടിട്ട് തിരിച്ചു നടക്കുമ്പോൾ ഇനി കുറച്ചുകൂടെ കാത്തിരിക്കാം, അദ്ദേഹം വരട്ടെ എന്നും പറഞ്ഞിട്ട് ഇവർ തിരിച്ചു നടക്കുകയാണ്. അപ്പൊ ഈ പയ്യൻ ഇവരുടെ പുറകെ ഓടി വന്നിട്ട്, ചേട്ടന്മാരെ നിങ്ങൾ എന്തിനാ ബുയൂത്തിനെ കാണുന്നത്? ഞങ്ങൾക്ക് എന്നെ പുള്ളിക്കാരനെ പേടിയാ. അയാൾ ഒരു കറുത്ത പട്ടിയായി ആരെയും കാണാതെ ഇരുട്ടിൽ ഓടുമെന്ന് കേട്ടിട്ടുണ്ട്. സത്യമാണ്, നിങ്ങൾക്കറിയോ? ഇവർ ഈ ചെറുക്കൻ എന്ത് ഭ്രാന്ത പറയുന്നത്? ഇറങ്ങിപ്പോടാന്നും പറഞ്ഞ് അവന് ചീത്ത പറഞ്ഞ് ഓടിച്ചിട്ട് തിരിച്ച് ഇവരുടെ സ്ഥലത്തേക്ക് വരികയാണ്. വീട്ടിലെത്തുമ്പോൾ മിള പറയും, ഞാൻ ഇന്ന് കുളത്തിൽ കുറെ പാമ്പുകളെ കണ്ടുവന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്നറിയില്ല. കണ്ട പാമ്പുകൾ പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അപ്പൊ ഇവര് ആമ്പിള്ളേര് പറയാണ്, ഞങ്ങളൊരു ശ്മശാനം കണ്ടിരുന്നു, അവിടെ എല്ലാ കല്ലറയും കറുത്ത തുണിയിട്ട് മൂടിയിരിക്കുന്നു. പിന്നെ ഒരു ചെറുക്കം പറയാ, ഇവിടുത്തെ ബുയൂത്ത് പട്ടിയായി മാറിയിട്ട് ഓടൂത്രേ. ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല, ഈ ഗ്രാമത്തിന് എന്തോ കുഴപ്പമുണ്ട്, നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോയാലോ എന്ന് കസിൻ ചോദിക്കും. അപ്പൊ ഈ പെൺകുട്ടി റുഹി അവള് പറയാണ്, എന്തായാലും നിങ്ങൾ ഇവിടെ വരെ വന്നതല്ലേ, ബുയൂത്തിനെ കണ്ടിട്ട് പോയാൽ മതി, അദ്ദേഹം എത്രയും പെട്ടെന്ന് വരുന്നാണ് തോന്നുന്നത്. ശരിയെന്ന് പറഞ്ഞ് ഇന്ന് രാത്രിയും കൂടെ ഇവരവിടെ താമസിക്കുന്നു. ഉറങ്ങിക്കിടക്കുമ്പോൾ എന്തോ ശബ്ദം കേട്ട് മിള എഴുന്നേറ്റ് വീടിന്റെ ഹാളിലേക്ക് വരും. നോക്കുമ്പണ്ട് റുഹി ഇവളുടെ എന്തോ സാധനങ്ങൾ എടുക്കുന്ന സമയത്ത് സ്ലിപ്പായിട്ട് വീണതായിരുന്നു. പെട്ടെന്നാണ് കൊട്ടും പാട്ടും ഒക്കെ ആയിട്ടുള്ള ശബ്ദം കേൾക്കുക ദൂരെ എവിടെയോ നിന്ന്. ഈ റുഹി നന്നായിട്ട് പേടിക്കുന്നുണ്ട്. അല്ലെങ്കിലും തുടക്കം മുതലേ നമ്മുടെ നായികേനേക്കാളും അധികം പേടിക്കുന്ന ഈ പെണ്ണ. മിണ്ടാതെ ഇതിനെ നായികയാക്കിയാൽ മതിയായിരുന്നു. കുറച്ച് എക്സ്ട്രാ 10 രൂപയ്ക്കും കൂടി പേടിച്ച് കൊടുത്ത കൂലിക്ക് നന്നായിട്ട് പണിയെടുത്ത ഈ പെൺകുട്ടിയാ. അവള് പറയും, ദൂരെ ഗ്രാമത്തിന്റെ അതിർത്തിയിൽ ഇപ്പൊ ഒരു നൃത്ത പരിപാടികൾ നടക്കുന്നുണ്ട്, അതിന്റെ ശബ്ദമാണിത്. നിനക്ക് അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടോ? ഹീറോയിൻ, അതെ, നമുക്ക് പോയി നോക്കാന്ന് പറയും. പോകുമ്പോ തന്നെ ഇവൾ ആ കയ്യിലെ വളയും എടുക്കുന്നുണ്ട്. എന്തേലും ഉപയോഗം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു റാന്തലും തൂക്കിപ്പിടിച്ച് ഈ 2 പെണ്ണുങ്ങളും ഇവരെ ഗ്രാമത്തിന്റെ അതിർത്തിയിലേക്ക് ചെല്ലും. അതും കാട്ടിക്കൂടെയാണ് യാത്ര. കണ്ടാ പേടി തോന്നും. ഈ അതിർത്തിയിൽ ഒരു വലിയ അമ്പലം പോലത്തെ ഒരു കെട്ടുവീട്, അതിൽ ഒരുപാട് പേര് ഡാൻസ് കളിക്കുന്നുണ്ടാവും. സംഭവം ഇതേ സമയത്ത് നമ്മുടെ ആമ്പിള്ളേര് റൂഹിയുടെ വീട്ടിലേക്ക് വന്നിട്ട് മിളയും റൂഹിയും എവിടെയാണെന്ന് നോക്കുക. അപ്പൊ അവര് 2 പേരും വീട്ടിലില്ല. മിള എവിടെ പോയെന്ന് അവർക്കറിയില്ല. പക്ഷെ രസം എന്താന്ന് നോക്കുമ്പോൾ മിള പോയ സ്ഥലത്ത് രാത്രിയും ഇവിടെ പകലുമാണ്. ഇവര് നാട് മുഴുവൻ മിളയെ അന്വേഷിച്ച് നടക്കും, എവിടെയും കാണില്ല. ആ അമ്പലക്കുളത്തിലും പോയി നോക്കുന്നുണ്ട്, അവിടെ ഉണ്ടാവില്ല. ഈ സമയത്ത് മിള ഈ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് കയറി ചെല്ലുന്നു. കുറെ തന്തമാരും തള്ളമാരുമാണ്. ഈ പെൺകുട്ടിയും പേടിച്ച് മിളയെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. അവിടെ നമ്മൾ നേരത്തെ കണ്ട വനദേവതയില്ലേ, അതും ഡാൻസ് ചെയ്തുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പോഴാണ് മറ്റൊരു സംഭവം നടക്കുന്നത്. നമ്മുടെ റുഹി, ഇതാണ് മിള, നിങ്ങൾ ചോദിച്ച പോലെ തന്നെ ഞാൻ ഇവളെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറയും. അപ്പൊ മിളയല്ല ഇങ്ങോട്ട് വരാൻ ആഗ്രഹിച്ച് ഈ പെണ്ണ് എന്തൊക്കെയോ പറഞ്ഞ് മിളയെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നായിരുന്നു ഈ ദേവതയുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ദേവത കൈനീട്ടി, എന്റെ ബാങ്കിൾ എവിടെ, നീ കൊണ്ടുവന്നിട്ടുള്ള ആ എന്റെ വള തരൂ എന്ന് പറഞ്ഞ് ചോദിക്കും. മിള ആദ്യം ആ വള കൊടുക്കില്ല. ഞാനിത് തിരികെ തരാം, പക്ഷെ തിരികെ തന്നാൽ എന്റെ അമ്മയുടെ രോഗം ഭേദാവോ? അതിനാ പെണ്ണ് മിണ്ടില്ല. ആ ദേവത സ്ത്രീ മിണ്ടില്ല. ഒരു ജാതി നോട്ടം. ശരി, കൊടുത്തേക്കാം. ഇത്രയും ദേഷ്യത്തിൽ നോക്കുമ്പോൾ വല്ല നല്ല കാര്യവും ചെയ്യുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇവൾ ആ വള കൊടുക്കും. ആ ദേവത അത് വാങ്ങി ധരിക്കുന്നു. എന്നിട്ട് ആ ലേഡി പറയും, നിന്നെ മന്ത്രവാദിയല്ല ഇങ്ങോട്ട് പറഞ്ഞു കൊണ്ടുവന്നത്, ഞാൻ തന്നെയാണ് മന്ത്രവാദിയെ വെച്ച് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. സംഭവം ഇവള് വിളിച്ചു വരുത്തിയ, അമ്മയെ ഭേദമാക്കാൻ വിളിച്ചു വരുത്തിയ മന്ത്രവാദിക്ക് ചെവിയിലൂടെ രഹസ്യം മോദിക്കൊടുത്ത് അവളെ ആ ബാങ്കിളുമായി ഈ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരിച്ചത് ഈ ദുഷ്ടദേവതയായിരുന്നു. അത് റുഹിയോട് പറയും, നിന്റെ ജോലി നീ വൃത്തിയായിട്ട് ചെയ്തു, ഇനി വീട്ടിലേക്ക് പോയിക്കോ. അപ്പൊ അവള് ചോദിക്കും, എന്റെ അമ്മയുടെ രോഗം ഭേദമാവോന്ന്? തീർച്ചയായിട്ടും നീ വീട്ടിലേക്ക് പോകൂ, നിനക്ക് വേണ്ടി അവിടെ ഒരു സർപ്രൈസ് കാത്തിരിപ്പുണ്ട്. കട്ട് ചെയ്താൽ ഇവിടെ ആമ്പിള്ളേര് മിളയെ അന്വേഷിച്ച് നടന്ന് അന്ന് സന്ധ്യയായി, ഇരുട്ടായി. നമ്മുടെ വില്ലേജ് കൂട്ടുകാരന് വിശക്കാനും തുടങ്ങി. എനിക്കാണെങ്കിൽ വിശക്കുന്നു, ഇനി എത്ര നേരം അവൾ അന്വേഷിച്ച് നടക്കണം, കാത്തിരിക്കണം, എവിടുന്നെങ്കിലും എന്തെങ്കിലും കഴിക്കാന്നവൻ പറയും. പക്ഷെ കാടിനകത്ത് ആരാണ് ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവുക? നോക്കുമ്പം ഒരു ചെറിയ ഷെഡിൽ വിളക്കൊക്കെയായി കുറച്ചു പേരിരുന്ന് ഭക്ഷണം കഴിക്കുന്നവർ കാണും. അവിടെ ചെന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് ആ കൂട്ടുകാരൻ ഇവരെല്ലാം വിളിച്ചുകൊണ്ട് പോകുന്നു. അവൻ വന്ന പാടെ ഇരുന്ന് എന്തൊക്കെയോ പെറുക്കി തിന്നാൻ തുടങ്ങും. അപ്പൊ ഈ കസിനാണെങ്കിൽ അവിടെയുള്ള ആൾക്കാരോട്, ഞങ്ങളുടെ കൂട്ടത്തിലൊരു പെണ്ണിനെ കാണാതെയായി, അത്യാവശ്യം പൊക്കമുണ്ട്, ഭംഗിയുള്ള പെണ്ണ, പുറംനാട്ടുകാരിയ, നിങ്ങളെങ്ങാനും കണ്ടിരുന്നോന്ന് ചോദിക്കും. അതിനാ തന്തമാര് മിണ്ടുന്നില്ല, വാരി വലിച്ച് തിന്നുന്നേ ഉള്ളൂ. ഇവർക്കെന്തോ അവരെ ഇരുത്തോ നോട്ടോ ഒന്നും കണ്ടത്ര പന്തി തോന്നില്ല. നമുക്കിവിടുന്ന് പോകാന്ന് പറഞ്ഞ് മറ്റേ കൂട്ടുകാരൻ ഇവരെ വിളിച്ചുകൊണ്ട് പോകാൻ നിൽക്കുമ്പോൾ കൂട്ടത്തിലൊരു മൂത്ത സന്യാസി, അയാൾ എഴുന്നേറ്റ് വന്ന്, നിന്റെ കസിനെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, പേടിക്കാതെ പോയിക്കോ,
ഇതും കൂടി ഭക്ഷണമായിട്ട് കയ്യിൽ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് ഒരു ഭക്ഷണപ്പൊതി കൊടുക്കുന്നുണ്ട്. അതും അവർ വാങ്ങിച്ചിട്ട് പോകുമ്പോൾ ഇവിടെ റുഹി മിളയെ ഏൽപ്പിച്ചില്ലേ, ഇനി ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് ഇറങ്ങി ഓടാൻ തുടങ്ങും. ശരി, മിളയെ ഇവരെ പിടിച്ചു വെക്കൂന്ന് വിചാരിച്ചാൽ മിളയെ പിടിച്ചു വെക്കുന്നൊന്നുമില്ല. റുഹി പോകുന്നതിനൊപ്പം തന്നെ പുറകിൽ മിളയെ ഓടിപ്പോകും. അവള് ജീവനം കൊണ്ട് കാട്ടിക്കൂടെ ഓടി അവസാനം ഗ്രാമം എത്തി. പുറകെ നമ്മുടെ മിള ഓടി വന്നു. നീ എന്ത് പണിയടി കാണിച്ചത്? നീ എന്നെ ചതിക്കുകയായിരുന്നോ എന്ന് മിള ചോദിക്കും. അപ്പൊ ആ പെണ്ണ് പറയും, അത് ബഡാരവുഹിയാണ്. ആ ദേവത എന്നോട് പറഞ്ഞു എന്റെ അമ്മയെ രക്ഷപ്പെടുത്തണമെങ്കിൽ അവരെ സഹായിക്കാൻ എങ്ങനെയെങ്കിലും നിന്നെ ആ നൃത്ത ഗോപുരത്തിലേക്ക് കൊണ്ടു ചെല്ലാൻ അവരെന്നോട് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ എന്റെ അമ്മയുടെ രോഗം ഭേദമാക്കി തരാന്ന് പറഞ്ഞു. അതെപ്പോഴാ പറഞ്ഞിരിക്കണേന്ന് വെച്ചാൽ ഇവര് കുളത്തിൽ കുളിക്കാൻ വന്നപ്പം റുഹി അവളുടെ അമ്മയുടെ പോലത്തെ ഒരു രൂപം കണ്ടു. ആ രൂപം എന്നെ രക്ഷിക്കും മോളേ എന്ന് പറഞ്ഞ് ഇവളെ പേടിപ്പിച്ച് കരയുക. പെട്ടെന്ന് അമ്മയുടെ രൂപം മാറി അത് ബഡാരവുഹിയായിട്ട് മാറി. ആ ദേവത പറയും, അമ്മയെ രക്ഷപ്പെടുത്തണമെങ്കിൽ മിളയുമായി നീ നൃത്തഗോപുരത്തിലേക്ക് വരണമെന്ന്. സോ അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൊണ്ടുപോയത്. എനിക്ക് എന്റെ അമ്മയെ രക്ഷപ്പെടുത്തി തീരൂ, എന്നോട് ക്ഷമിക്കുമെന്ന് പറഞ്ഞ് റുഹി അവളുടെ വീട്ടിലേക്ക് ഓടിച്ചെല്ലും. പുറകെ എന്നെ മിളയും ചെല്ലുന്നുണ്ട്. നല്ല കോരിച്ചൊരിയുന്ന മഴയും കാറ്റും. പക്ഷെ ഇവിടെ വീട്ടിലെത്തിയപ്പോ ബഡാരവുഹി പറഞ്ഞതുപോലെയല്ല. റുഹിയുടെ അമ്മയുടെ രോഗം മൂർച്ഛിച്ചു. അവരുടെ മുഖമെല്ലാം പൊട്ടിക്കേറി കറുത്ത രക്തം പോലത്തെ എന്തോന്ന് ഛർദ്ദിച്ച് അവർ കിടന്ന് പെടയുന്നു. ഇവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. മിളയ്ക്ക് മനസ്സിലായി ഇവിടെ നിന്നാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവും. അവളെ അമ്മയുടെ സ്ഥിതി ഇപ്പം എന്താണെന്ന് അറിയൂല. സോ ഉടനെ ഇവള് ബാഗും കെട്ടിപ്പെറുക്കി അവിടെ നിന്ന് ഇറങ്ങാണ്. അവളെ അമ്മയുടെ അവസ്ഥ എന്താണാവോ എന്നറിയാൻ വേണ്ടി. എന്നാൽ ഇവള് പോകുന്നത് കസിനും പിള്ളേരും കാണും. ഈ മഴയത്തും കൊടുങ്കാറ്റിൽ നീ എങ്ങോട്ടാ പോകുന്നത്? അവൾ അമ്മയെ കാണാൻ. ഈ സമയത്ത് പോയാൽ നിനക്ക് വണ്ടിയും കിട്ടില്ല, പോകാനുള്ള വഴിയും അറിയില്ല, അത് അപകടമാണ്, തിരിച്ചു വാ കാലത്ത് പോകാന്ന് പറഞ്ഞ് ഇവരവളെ വിളിച്ചോണ്ട് വരും. നമ്മുടെ ഗ്രാമക്കൂട്ടുകാരൻ പറയും, ഈ സമയത്ത് പോകുന്ന മണ്ടത്തരാണ്, നീ കുറച്ച് സമയം കൂടി കാത്തിരിക്കും, നമുക്ക് കാലത്ത് പോവാം. അവള് പറയണം, എന്റെ അമ്മയുടെ അവസ്ഥ എന്താന്ന് എനിക്ക് അറിയാൻ പാടില്ല, എനിക്ക് പോയേ തീരും. എന്താ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എന്ന് ഇവർ ചോദിക്കും. അപ്പൊ ഇവള് പറയും, ഞാൻ ആ ബാങ്കുകൾ തിരിച്ചു കൊടുത്തു, പക്ഷെ കൊടുത്തത് ശരിയായില്ല, അതിലെന്തോ ഒരു കുഴപ്പമുണ്ട്, സംതിങ് റോങ് ആണ്, അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിക്കാണും, എനിക്ക് തിരിച്ചു പോകണം. അപ്പൊ ആ വില്ലേജ് കൂട്ടുകാരൻ ചോദിക്കും, നീ ആ ബാങ്കുകൾ കൊടുക്കാനാണോ ഒരു ദിവസം മുഴുവൻ ഈ ഗ്രാമം വിട്ട് മാറിയത്? അപ്പൊ അവള് പറയും, ഞാൻ കുറച്ച് സമയത്തേക്കല്ലേ പോയിട്ടുള്ളൂ, ഞാൻ പോയത് രാത്രി, ഇപ്പൊ വന്നതും രാത്രി, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഇവരാകെ ഷോക്കാവും. ഒരു ദിവസം മുഴുവൻ ഇവളെ കാണാതായിട്ടുണ്ട്. പക്ഷെ അത് അവള് മനസ്സിലാക്കിയിട്ടില്ല. ഇനി അവിടെ വല്ല ടൈം ലൂപ്പ് നടക്കുന്നുണ്ടോ? ഒന്നും അറിയാതെ എല്ലാവരും പകച്ചു നിൽക്കുമ്പോഴാണ് ഭയങ്കര ദുർഗന്ധം. അത് ഈ കാട്ടിയത്തെ ആൾക്കാർ തന്ന് പുതിയെന്നാണ് വരുന്നത്. തുറന്നു നോക്കുമ്പോൾ ശരീരം പുഴുത്തൊരു കുരങ്ങൻ. അതിനെയാണ് ആ കൂട്ടുകാരൻ കുറച്ചു മുന്നേ മുറിച്ച് തിന്നോണ്ടിരുന്നത്, ഭക്ഷണമെന്ന് വിചാരിച്ചിട്ട്. ഇത് കാട്ടിൽ ആരോ തന്നതാ. ഇവിടെ മനുഷ്യന്മാരേതാ പ്രേതങ്ങൾ ഏതാന്ന് മനസ്സിലാവുന്നില്ല. നമുക്കെന്തായാലും പുലർച്ചെ വരെ കാത്തിരിക്കാന്ന് പറഞ്ഞ് എല്ലാവരും കിടക്കുന്നു. ഈ അമ്മച്ചിയാണെങ്കിൽ കയ്യും കാലും ഇട്ടിങ്ങനെ അനക്കി മുഖമെല്ലാം എന്തവസ്ഥയിൽ കിടപ്പുണ്ട്. അവര് മരിച്ചിട്ടില്ല. രാത്രി മിളയ്ക്കൊരു ശബ്ദം കേൾക്കും, അവളുടെ അമ്മയുടെ ശബ്ദം. അടുത്ത മുറിയിൽ നിന്നാണ് കേൾക്കുന്നത്. അവള് മെല്ലെ അടുത്ത മുറിയിലേക്ക് ചെല്ലുമ്പോ റുഹിയുടെ അമ്മ മിളയുടെ അമ്മയെ പോലെ സംസാരിക്കുന്നു. ഇവളെ ഞെട്ടിത്തരിച്ച് നിൽക്കുമ്പോ ആ അമ്മ ചാടി വന്നിട്ട്, മോളെ നീ ഈ ഗ്രാമത്തിൽ നിൽക്കരുത്, ആ ബഡാരവുഹി പറയുന്നത് കേൾക്കരുത്, ദയവ് ചെയ്ത് ഇവിടെ ഓടിപ്പോ, അമ്മയെപ്പോലെ നീ കുടുങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞ് അവൾ ഈ നാട് വിട്ടുപോകാൻ പ്രേരിപ്പിക്കുകയാണ് ലേഡി. അവൾ അമ്മയുടെ സ്വരത്തിൽ. അത് അമ്മ തന്നെയാണോ എന്ന് അവൾക്ക് മനസ്സിലാവില്ല. പെട്ടെന്ന് ഈ സ്ത്രീ എന്തോ അറ്റാക്ക് ചെയ്യുന്നത് പോലെ അവർ കടന്ന് പെടയാൻ തുടങ്ങും. അവരാരോ വലിച്ച് ഭിത്തിയിലും അടിക്കും. അപ്പോഴേക്കും പിള്ളേരെല്ലാം അവർ എഴുന്നേറ്റ് കഴിഞ്ഞു. ഈ നിലത്ത് വീണ അമ്മച്ചി കുറച്ചു കഴിയുമ്പോൾ ആ ബഡാരവുഹി നടക്കുന്നത് പോലെ നടക്കും. ആ ലേഡി പറയാണ്, പെൺകുട്ടികളെ, നിങ്ങളുടെ 2 അമ്മമാരും ഇപ്പോ എന്റെ പിടിയിലാണ്. അവര് അങ്കാരമൂർഖകളാണ്. അവരെ നിങ്ങൾക്ക് തിരിച്ചു വേണമെങ്കിൽ എനിക്ക് വേണ്ടി നിങ്ങൾ പൂജകൾ ചെയ്യണം, റിച്വൽസ് നടത്തണം, അല്ലെങ്കിൽ ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും മരണപ്പെടും. എല്ലാവർക്കും ഇതന്നെയായിരിക്കും അവസ്ഥ. ഇത് പറഞ്ഞു കഴിഞ്ഞ സ്ത്രീ വീണ്ടും തിരിച്ച് പഴയ റുഹിയുടെ അമ്മയായിട്ട് മാറും. ഉടനെ ഏതോ ഒരു ശക്തി അതിനെ വലിച്ച് നിലത്തേക്ക് അടിക്കുന്നുണ്ട്. കൈകൾ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവർ സ്വന്തം ശരീരം മാന്തി പറിച്ച് മുറിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഭാഗ്യത്തിന് ഇവർ ഇത്രയും ദിവസം കാത്തിരുന്ന ആ ബുയുത്ത് അങ്ങോട്ട് വരുന്നത്. റുഹി, ബുയുത്തെ എന്റെ അമ്മയെ രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞ് കരയാണ്. അങ്ങേര് ഇവരുടെ അവസ്ഥയെല്ലാം കണ്ട് ഞെട്ടി നിൽക്കുമ്പോൾ ഈ കസിൻ ചെറുക്കൻ ചോദിക്കും, സാറേ ഇവിടെ എന്താണ് ശരിക്കും നടക്കണേന്ന്. അപ്പോഴാണ് ബുയുത്ത് യഥാർത്ഥ സംഭവം, ഈ ഗ്രാമത്തിലുണ്ടായ സംഭവങ്ങളും അതിന്റെ നിഗൂഢതകളും പൊളിക്കുന്നു. മിളയുടെ അമ്മൂമ്മയാണ് ഈ ഗ്രാമത്തിന്റെ തലൈവിയായിട്ടുണ്ടായിരുന്നത്. അവർ കുറച്ചുനാൾ മുന്നേ മരണപ്പെട്ടു. മരിക്കുന്നതിന് മുന്നേ അവരെത്രയും പെട്ടെന്ന് മിളയുടെ അമ്മയെ ചെന്ന് കാണണം, അവളെ ഈ ബഡാരവുഹിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ബുയുത്ത് ഇത്രയും ദിവസം മിളയുടെ അമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ് പോയിരുന്നത്. പക്ഷെ അപ്പോഴേക്കും ബഡാരവുഹി ഇങ്ങേര് ചെല്ലുന്നതിന് മുന്നേ അവിടെ ചെന്ന് മിളയുടെ അമ്മയ്ക്ക് ഈ മാറാ രോഗം പടർത്തി കൊടുത്തു. മിളയുടെ അമ്മയെ ഇംഗ്രി എന്നാണ് പറയുക. ഈ ഗ്രാമത്തലവിയെ പുത്രി എന്നും പുത്രിയുടെ പുത്രിയെ ഇംഗ്രി എന്നുമാണ് പറയുക. ആ വനദേവത ആരെയാണോ തിരഞ്ഞെടുക്കുന്നത് അതായിരിക്കും ഈ ഗ്രാമത്തിന്റെ പുത്രി. ആ പുത്രിക്ക് പിന്നീട് സാധാരണ ജീവിതം ഉണ്ടാവില്ല. അതിനെ ബഡാരവുഹി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് ശാന്തി കിട്ടാത്ത ആത്മാക്കൾക്ക് വേണ്ടി, ബഡാരവുഹിക്കും പല പ്രേതങ്ങൾക്കും വേണ്ടി നൃത്തം ചെയ്യണം. അതായിരിക്കും അവരുടെ ലൈഫ് ലോങ് ഉള്ള ജോലി. അതിലെന്തെങ്കിലും കുഴപ്പങ്ങൾ പറ്റിയാൽ
പിന്നെ ഈ ബഡാരവുഹി നാട്ടുകാരെ വെറുതെ വിടില്ല, ഓരോരുത്തരായിട്ട് കൊന്നുകൊടുക്കും. സോ വർഷങ്ങൾക്ക് മുന്നേ പുത്രിയുടെ പുത്രിയായ നമ്മുടെ മിളയ്ക്ക് ഒരു സഹോദരി ഉണ്ടായിരുന്നു. മിളയുടെ അമ്മയെയാണ് ഈ ബഡാരവുഹി തിരഞ്ഞെടുത്തത് അതിന്റെ ഡാൻസറായിട്ട്. പക്ഷെ മിളയെ വിട്ടുകൊടുക്കാൻ അവളുടെ സഹോദരി തയ്യാറായില്ല. അതൊരുമാതിരി ബലിക്കാളയെ പോലെ വിട്ടുകൊടുക്കണം. സഹോദരിക്ക് അത് ഇഷ്ടമായില്ല, അവൾ തയ്യാറായില്ല. അമ്മയും തന്റെ മോളെ വിട്ടുകൊടുക്കാൻ താല്പര്യപ്പെട്ടില്ല. സോ അവരൊരു പ്ലാൻ ചെയ്തു. ഈ ബുയുത്തിനെ വിളിച്ചു വരുത്തി സഹോദരിക്ക് പകരം സഹോദരിയെ, അവളുടെ ഇരട്ട സഹോദരിയെ അവിടെ ഡാൻസറായിട്ട് നിർത്താൻ തീരുമാനിച്ചു. ഈ ഗ്രാമം ആ വനദേവതയുടെ അടിമകളായിരുന്നു. അതിനിഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കും, ആൾക്കാരെ കൊല്ലണോ തിന്നണോ അതാണ് തീരുമാനിക്കുക. സോ ആ ഒരു ശാപത്തിൽ നിന്ന് ഈ ഗ്രാമത്തെയും രക്ഷപ്പെടുത്തണം. അതിനുള്ള വഴിയാണ് ആ ദേവതയുടെ കയ്യിലെ വള ഊരി അത് ആ ഗ്രാമത്തിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോകുക എന്നുള്ളത്. അങ്ങനെ ചൂസ് ചെയ്ത പെണ്ണിന് പകരം മറ്റൊരു പെണ്ണിനെ, രണ്ടാമത്തെ മകളെ ഈ അമ്മച്ചി ഡാൻസ് ചെയ്യാൻ വിടും. 7 പേരാണ് ഡാൻസ് ചെയ്യുന്നത്. അങ്ങനെ അവർ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മിളയുടെ അമ്മയ്ക്ക് ഈ ബാങ്കിളും കൊടുത്തിട്ട് മന്ത്രവാദിയുടെ കൂടെ ആ നാട് വിട്ടു പോകാൻ അവളുടെ സ്വന്തം അമ്മ പറയും, അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി. അവളും അതുപോലെ നാട് വിട്ടു പോകുന്നു. അവള് രക്ഷപ്പെട്ടു പോയതറിഞ്ഞ ബഡാരവുഹി ദേഷ്യപ്പെട്ട് ഒരുപാട് പെൺകുട്ടികളെ കൊന്നുകളയും. ഡാൻസറായിട്ട് വന്നിട്ടുള്ള പെൺകുട്ടികളെല്ലാം കൊന്നുകളയും. അതേപോലെ മിളയുടെ അമ്മൂമ്മയെ ജീവിതകാലം മുഴുവൻ ഒരു രോഗിയായിട്ട് കടത്തി. എന്നാൽ ഈ ഗ്രാമം സമാധാനത്തോടെ ഇരിക്കുകയായിരുന്നു. ഈ ബാങ്കിള്, ആ തളവള ഈ ഗ്രാമത്തിനകത്തേക്ക് കടന്നു വരുന്നവരെ. പക്ഷെ ഇപ്പൊ വന്നില്ലേ, ഇനി ആ ദേവതയ്ക്ക് പൂർണ്ണ ശക്തിയായി. അതിനിഷ്ടമുള്ളതുപോലെ തോന്നിയാസെല്ലാം ചെയ്തോളും. പ്രസന്റില് ബുയുത്ത് പറയും, ആ ബാങ്കിൾ ഒരിക്കലും നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരരുതായിരുന്നു. ഇനി കുഴപ്പമില്ല, നമുക്ക് മറ്റെന്തെങ്കിലും വഴി നോക്കാം. അപ്പൊ റൂഹി ആണെങ്കിൽ, ഇതെല്ലാം എന്റെ തെറ്റാണ് മാമ, പക്ഷെ എൻ്റെ അമ്മയുടെ അവസ്ഥ എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇത് കേട്ട് വിഷമം തോന്നിയ ബുയുത്ത് 3 കരിഞ്ചാത്തനുകളെ തല്ലിക്കൊന്ന് പിടിച്ചോണ്ട് വരുന്നു. ഈ കരിങ്കോഴികളെ മന്ത്രവാദത്തിനാണ് ഉപയോഗിക്കുക. അയാൾ വീട്ടിലേക്ക് വന്നിട്ട് ആരും എൻ്റെ മുറിക്കകത്തേക്ക് കടക്കരുത്, അതേപോലെ വീട്ടിൽ നിന്ന് പുറത്തേക്കും പോകരുതെന്നും പറഞ്ഞ് ആ അമ്മ കിടക്കുന്ന മുറി കയറി മന്ത്രവാദങ്ങൾ തുടങ്ങി. അപ്പൊ ആരോ വന്ന് കഥയ്ക്ക് മുട്ടുന്നുണ്ടാവും. ഒരു ചെറുക്കൻ തുറക്കാൻ ശ്രമിക്കുമ്പോൾ തുറക്കരുത്, കിഴക്ക് വശത്ത് എന്താണ് പ്രത്യക്ഷപ്പെടുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, മാറി നിൽക്കെന്നും പറഞ്ഞ് ഇയാൾ കഥക് തുറക്കും. അപ്പൊ ഒരു പ്രേതം ഈ കരിഞ്ചാത്തനെ ബുയുത്ത് പിടിച്ചിട്ടിരുന്നില്ലേ, ആ കരിഞ്ചാത്തനെ കടിച്ചതിന്റെ ചോര കുടിച്ചുകൊണ്ടിരിക്കുക. പിറ്റേന്ന് പുലർച്ചെ നോക്കുമ്പോൾ അവരെ നാട്ടിലെ എല്ലാ കോഴിയും പന്നിയും ആടും പശുവും എല്ലാത്തിനെയും ഒരുപാട് സാത്താമാരും പ്രേതങ്ങളും കടിച്ച് തിന്നിട്ടുണ്ട്, രക്തം കുടിച്ച് കൊന്നിട്ടിട്ടുണ്ട്. അതേപോലെ ഇവരെ നാട്ടിലെ കൃഷി വിളവുകളെല്ലാം നശിപ്പിച്ചിട്ടിരിക്കുന്നു. വളരെ മോശം അവസ്ഥയിലാണ്. ഇനി എന്തായാലും റിച്വൽ ചെയ്യാതെ നടക്കില്ല എന്ന് ബുയുത്ത് പറയും. അവരങ്ങനെ റിച്വൽസിന് തയ്യാറാവാണ്. ഈ സമയത്ത് നമ്മുടെ പിള്ളേര് ജീവൻ കിട്ടിയതന്നെ ഭാഗ്യം, നമുക്കിവിടുന്ന് ഓടി രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് അവരെ സാധനങ്ങളെല്ലാം കെട്ടിപ്പെറുക്കുമായിരിക്കും. എന്നാൽ ഈ സമയത്ത് മിള ഒരുങ്ങിയിട്ടില്ല. അവള് പോകാൻ തയ്യാറല്ല. അവള് ഗ്രാമവാസികൾ കൂടി നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. നമ്മുടെ കസിനും പുറകെ ചെല്ലുന്നുണ്ട്. മിള, നീ എന്ത് തീരുമാനിച്ചിട്ടാണെന്ന് അവൻ ചോദിക്കും. അവള് മിണ്ടുന്നില്ല. ഈ ബുയുത്ത് പ്രായപൂർത്തിയായ ഓരോ പെൺകുട്ടികൾക്കും ഒരു കാപ്പി കൊടുത്തിട്ട് കുടിക്കാൻ പറയും. അത് കുടിച്ച് മധുരമുണ്ടെന്ന് പറയുന്നവരെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തുന്നു. നമ്മുടെ റൂഹിക്കും അത് മധുരിക്കുകയാണ് ചെയ്യുക. മിള നിൽക്കുന്ന കണ്ട് ബുയുത്ത് മിളയെയും വിളിക്കും. നിനക്ക് വേണമെങ്കിൽ നീ ഒന്ന് കഴിച്ചു നോക്കിക്കോളൂ. അവള് കഴിച്ചു നോക്കും, മധുരിക്കുകയാണെന്ന് പറയും. എന്നാൽ നീ ഇങ്ങോട്ട് മാറി നിൽക്കുന്ന ബുയുത്ത് പറയുമ്പോൾ, താൻ എന്താടോ പറയുന്നു, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഈ കസിനെടുത്ത് അതേ കാപ്പി കുടിക്കുന്നു. അവന് കയ്പാണ് തോന്നുക. അപ്പൊ ബുയുത്ത്, നീ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്, അതുകൊണ്ടാണ് നിനക്ക് മധുരിച്ചത്. ബഡാരവുഹി 7 പേരെയാണ് കാൻഡിഡേറ്റ്സ് ആയിട്ട് തിരഞ്ഞെടുക്കുക. ഈ 7 പേരെ ഒരുമിച്ച് നൃത്തം ചെയ്യിക്കും. അതിലൊരാളെയാണ് ചൂസ് ചെയ്യുക. വൈകിട്ട് റുഹി മിളയ്ക്ക് ഡാൻസ് കളിക്കാനുള്ള വസ്ത്രം കൊടുക്കും. നടക്കാൻ പോകുന്ന റിച്വൽസിൽ ഈ ഗ്രാമവാസികൾ പങ്കെടുക്കാൻ പാടില്ല. കുറച്ച് പ്രായമായവരുണ്ട്, അവർ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും വീട് പൂട്ടി വീട്ടിനകത്ത് തന്നെ ഇരിക്കണം. കാരണം അന്ധകാരത്തിന്റെ അദൃശ്യ ശക്തികളുടെ വരവായിരിക്കും രാത്രി സമയത്ത്. എന്നാൽ ഇത് കേട്ട് കൂട്ടുകാരന്മാർ സമ്മതിക്കില്ല. പ്രത്യേകിച്ച് നമ്മുടെ കസിൻ, നിന്നെ ഒറ്റയ്ക്ക് അങ്ങോട്ട് വിടാൻ പറ്റില്ല, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നമ്മുടെ കുടുംബത്തോട് എന്ത് മറുപടി പറയും? അപ്പൊ മിള ദേഷ്യപ്പെട്ട്, ഇതല്ലാതെ മറ്റെന്തെങ്കിലും വഴി നിന്റെ കയ്യിലുണ്ടോ? ഇല്ലല്ലോ, നമുക്കിത് ചെയ്തു നോക്കാം. അവസാനം കിട്ടിയ കച്ചിത്തുറുമ്പ് ഇത് മാത്രമാണ്, നീ ഒന്ന് അടങ്ങ്, എനിക്കൊന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞ് ഇവള് പിറ്റേന്ന് ഈ റിച്വലിന് പോകാനുള്ള ആൾക്കാരുടെ കൂടെ ചെല്ലുന്നു. അവര് വെള്ളം മൂടി പുതപ്പൊക്കെ ഇട്ട് ഇവളെ പുതച്ചു കൊണ്ടുപോകും. അവര് പോയി കഴിയുമ്പോൾ നാട്ടുകാരെല്ലാം വീടിനകത്ത് കയറി വാതിലടച്ച് മുളയിൽ ഓരോ കൊട്ടും കൊട്ടിയിരിക്കും. അതിങ്ങനെ രാത്രി ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പ്രേതങ്ങൾ വീട്ടിൽ കയറി വരും. ഈ സമയം ബുയുത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഓരോരുത്തരെയും ആരും അറിയാത്ത ട്വിൻ പൂളിലെ 2ാമത്തെ പൂളിലേക്ക് കൊണ്ടുവരുന്നു. നമ്മുടെ റുഹി പോലും ഈ കുളം കണ്ടിട്ടില്ല. നല്ല രസമുള്ള കുളം, പക്ഷെ പേടിയുണ്ട്. അവിടുന്ന് കുളിപ്പിച്ച് ഇവരെല്ലാവരെയും ആ നൃത്തക്കെട്ട് വീട്ടിലേക്ക്, അമ്പലത്തിലേക്ക് ബുയുത്ത് വിളിച്ചുകൊണ്ട് വരുന്നു. ചെറിയ ചില പൂജകളെല്ലാം കഴിഞ്ഞിട്ട് ഇവരെ നെറ്റിയിൽ ചന്ദനം ചാർത്തുമ്പോൾ മിള പറയും, എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ലെന്ന്. അപ്പൊ അമ്മച്ചി ഒരു കറിവേപ്പില കൊടുത്തിട്ട്, ഇത് കഴിച്ചോ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ നീ തനിയെ ഡാൻസ് ചെയ്തോളും എന്ന് പറയും. എല്ലാവരും ഇരിക്കുന്നു. നിങ്ങളുടെ ഷാളൊന്ന് മണത്ത് നോക്കൂ, ഇനി നമ്മൾ ഡാൻസ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് ബുയുത്ത് ചെണ്ട കൊട്ടാൻ പറയും. പെൺകുട്ടികളെല്ലാം ഷാള് മണക്കുന്നു. മണത്തുടനെ അവരുടെ കൃഷ്ണമണിയെല്ലാം തള്ളിപ്പോയി കണ്ണിലെ വെള്ളം മാത്രം കാണാം. മിള കണ്ണു തുറക്കുമ്പോൾ
ചുറ്റും ഇരുട്ടായി. അവക്ക് ചുറ്റും വയസ്സായ തന്ത ആത്മാക്കള് ഒരുപാട് പേര്. അവർക്ക് വേണ്ടിയാണ് ഇവർ ഡാൻസ് ചെയ്യുന്നത്, നൃത്തം ചെയ്യുന്നത്. അവരെല്ലാം തുള്ളി കളിക്കുന്നുണ്ടാവും. ഇവർ സ്വയം അറിയാതെ നൃത്തം ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഈ സമയം പകലാണ്. ഇവർക്ക് ചുറ്റും അങ്ങനത്തെ പ്രേതങ്ങളൊന്നുമില്ല. എന്നാൽ ആ പ്രേതങ്ങൾ ഇവർക്ക് കാണാം. ഓരോരുത്തരായി നൃത്തം ചെയ്യുന്നു. ഈ പ്രേതങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തവരാൻ തോന്നുന്നുണ്ട്. മയങ്ങി മയങ്ങി വീഴുന്നു. ഓരോരുത്തരും മയങ്ങി വീഴുന്നു. നിങ്ങൾ എന്താണ് അവിടെ കണ്ടെന്ന് ചോദിക്കുമ്പോൾ ആർക്കൊന്നും ഓർമ്മയില്ല. വീണ്ടും വീണ്ടും ആൾക്കാർ മയങ്ങി വീഴുന്നു. ഇപ്പോൾ റുഹിയും മിളയും മാത്രമാണ് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഡാൻസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് സമയമായി. ഇതുവരെ നിർത്തിയിട്ടുമില്ല. ഒരമ്മച്ചി ചോദിക്കും ബുയുത്തിനോട്, ഇത്രയും സമയം നൃത്തം ചെയ്യുന്ന പങ്കാളികൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ ബുയുത്ത് ഈ രണ്ട് സുന്ദരികളെയും കണ്ടിട്ട് നമ്മുടെ വനദേവത തന്നെ കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ്, ആരെയാണ് ചൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഒരുപക്ഷെ രണ്ടുപേരെയും ചൂസ് ചെയ്യായിരിക്കും. ഇവിടെ വനദേവത മിളയുടെ അടുത്ത് വന്ന്, മോളെ നിനക്ക് എന്റെ കൂടെ താമസിക്കണ്ടേ? നീ എന്റെ കൂടെ നിന്നോളൂ, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരും. അപ്പൊ മിള, എനിക്കൊന്നും വേണ്ട, എന്റെ അമ്മയെ രക്ഷപ്പെടുത്തിയാൽ മതി. ഈ ദേവത വീണ്ടും കൊട്ടാൻ പറയും. പെണ്ണുങ്ങൾ വീണ്ടും ഡാൻസ് ചെയ്തു തുടങ്ങുന്നു. ദേവത മിളയെ നിർബന്ധിക്കും, എന്റെ കൂടെ താമസിക്കും, എന്റെ കൂടെ വായോ, എന്റെ ചൂസൺ വണ്ണായിട്ട് വായോ. അവള് പറ്റില്ല എന്ന് പറയുന്നു. അവസാനം പെണ്ണ് ബോധം കെട്ട് വീഴും. സോ ബഡാരവുഹി അവളെ തെരഞ്ഞെടുത്തിട്ടില്ല എന്നാണ് ബുയുത്ത് വിചാരിക്കുക. നീ എന്താണ് കണ്ടേ മോളെന്ന് ചോദിക്കുമ്പോൾ അവള് ബഡാരവുഹി എന്ന് പറയും. അങ്ങനെ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. നോക്കുമ്പോൾ പെണ്ണിന്റെ കണ്ണ് വീണ്ടും വെള്ളയായി. നിലത്ത് കിടന്ന പെണ്ണ് തനിയെ എഴുന്നേറ്റ് വീണ്ടും ഡാൻസ് ചെയ്തു തുടങ്ങി. അപ്പോഴാണ് ബുയുത്തിനൊരു വിദ്യ തോന്നുക, ഈ പെൺകുട്ടികളെ ഇങ്ങനെ വിടാൻ പറ്റില്ല. ഗ്രാമത്തെ രക്ഷിക്കണമെങ്കിൽ മറ്റെന്തെങ്കിലും കുതന്ത്രം കാണിച്ചാലേ ബഡാരവുഹി എന്ന് ഈ പെൺകുട്ടികളെയും ഗ്രാമത്തെയും രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. സോ ഇവര് വെള്ളത്തുണിയിട്ട് പെൺകുട്ടികളെ മൂടും. ഈ പ്രേതങ്ങൾക്ക് പിന്നെ പെൺകുട്ടികളെ കാണില്ല. മൂടിയ രണ്ട് പെൺകുട്ടികളെയും ഇവർ ചുമന്നെടുത്തുകൊണ്ട് ഗ്രാമത്തിനകത്തേക്ക് ചെല്ലാണ്. അത് ആ ദേവതയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവര് ഗ്രാമത്തിൽ വീടിനകത്തേക്ക് വന്ന് ഈ പെൺകുട്ടികളുടെ ബോഡി അവിടെ വയ്ക്കുന്നു. അവരുടെ കണ്ണിപ്പോഴും വെള്ളയായിരിക്കും. രണ്ടുപേരും നൃത്തകാരികളെ പോലെ അനങ്ങുന്നുണ്ടാവും. മിള കണ്ണ് തുറക്കുമ്പോൾ അവൾ ഏതോ ഒരു ഇരുണ്ട് മൂടിയ ടണലിനകത്താണ്. അവിടെ മൂടി പുതച്ച ഒരുപാട് രൂപങ്ങൾ. ഈ സമയത്ത് റുഹിയുടെ വീടിന് വെളിയിലായി ഒരുപാട് ആത്മാക്കൾ നിൽപ്പുണ്ട്. ഞങ്ങളുടെ നർത്തകികളെ തിരിച്ചു താന്ന് പറഞ്ഞിട്ട്. അപ്പൊ സ്വപ്നത്തിലുള്ള മഹിയല്ലല്ലോ, മിലൻ, പഴയ കാമുകിയുടെ പേരൊക്കെ വരുന്നു. ശൈത്താനെ ദൂരപ്പോ. മിലൻ അവളുടെ സ്വപ്നത്തിലുള്ള ടണലിനകത്ത് ഒരു ഹാളിൽ ആ ഭണ്ഡാരമോഹിനെ കാണും. ഉടനെ ഒരുപാട് നർത്തകികൾ അവൾക്ക് ചുറ്റും കൂടുന്നു. ഇവരെല്ലാം പണ്ട് കാലത്ത് മരിച്ചു പോയവരാൻ തോന്നുന്നുണ്ട്. ആ നർത്തകികളുടെ കൂടെ നമ്മുടെ റുഹിയുണ്ട്. റുഹിയും റുഹിയുടെ അമ്മയും അവരോടൊപ്പം നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ദേവി പറയും, അവളിതാ സ്വന്തം അമ്മയെ രക്ഷിക്കാൻ വേണ്ടി എന്നോടൊപ്പം കൂടിയിരിക്കുകയാണ്. നിനക്കും നിന്റെ അമ്മയെ രക്ഷപ്പെടുത്തണ്ടേ? ഈ നർത്തകികളുടെ പുറകിലായി മിളയുടെ അമ്മയുണ്ടാവും. അമ്മയുടെ അടുത്തേക്ക് പോകാൻ ഇവർ സമ്മതിക്കുന്നില്ല. ഇവൾ അമ്മയുടെ പേര് വിളിച്ച് കരയുമ്പോൾ സ്വപ്നത്തിനകത്ത് മറ്റൊരു സ്വപ്നം, ഇൻസെപ്ഷൻ. അതിലെ അമ്മ ബോധപൂർവം, മോളെ എന്നെ രക്ഷപ്പെടുത്താൻ നോക്കണ്ട, നിനക്ക് കഴിയില്ല, അതിനിവിടെ അവസരമില്ല. ഇപ്പോൾ കഴിയുന്നത് നിന്നെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ആ ഭണ്ഡാരമോഹി പറയുന്നത് കേൾക്കാതെ തിരിച്ച് വീട്ടിലേക്ക് പോകൂ. ഈ ഗ്രാമത്തിലേക്ക് ഇനി വരരുത്. അവള് ഭീഷണിപ്പെടുത്തിയാലും നീ അനുസരിക്കരുത്. ഈ അമ്മയുടെ സംഭാഷണം കേട്ട് കഴിഞ്ഞ ഉടനെ ആ ദേവി വീണ്ടും ഇവളെ നിർബന്ധിക്കുന്നു. നിന്റെ അമ്മയെ നിനക്ക് വേണമെങ്കിൽ നീ എന്നോടൊപ്പം കൂടണം, അല്ലെങ്കിൽ ഇഞ്ചിഞ്ചായി അവര് വേദനിക്കുന്നത് നീ കണ്ടുകൊണ്ടിരിക്കണം. ഈ പ്രേതം അവളുടെ അമ്മയെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. ഇവൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവളുടെ ഉള്ള ഊർജ്ജവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ലൈവിലുള്ള അവളുടെ ശരീരം തണുക്കാൻ തുടങ്ങും. ഇത് കണ്ട് കസിൻ പേടിക്കുന്നു. എന്റെ മിള ഇപ്പം മരിക്കുമോ? അവൾ മരിക്കാനായോ? ദയവ് ചെയ്ത് നിങ്ങൾ സഹായിക്കൂ ബുയൂത്ത്, എന്തെങ്കിലും ചെയ്യണം. സോ ബുയൂത്തിന് മനസ്സിലായി ആ ഭണ്ഡാരമുഖി മിളയെ അവളുടെ ലോകത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഏകദേശം മിള സമ്മതിക്കുകയും ചെയ്തു. ഇനി എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് മനസ്സിലാക്കിയ ബുയൂത്ത്, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കൂ, ആരും അനങ്ങരുത് എന്ന് പറഞ്ഞിട്ട് വാതിലടച്ചകത്ത മുറി കയറും. കുറച്ചു സമയം കഴിയുമ്പോൾ പട്ടി കുരയ്ക്കുന്ന ശബ്ദത്തിൽ ഒരു അദൃശ്യ ശക്തി വളരെ വേഗത്തിൽ ഇവരുടെ വീടിനകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകും. സോ ആ കൊച്ചു പയ്യൻ പറഞ്ഞത് സത്യമാണ്. ഒരു പട്ടിയുടെ രൂപത്തിൽ ഈ ബുയൂത്തിന് സഞ്ചരിക്കാൻ കഴിയും. അതും ആത്മാക്കളുടെ ലോകത്തേക്ക് വരെ പോകാൻ കഴിയും. ഈ നർത്തകികൾ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു മുഴുത്ത പട്ടി കുരയ്ക്കുന്ന ശബ്ദം. അതിനകറ്റി നിർത്താൻ ഈ ദേവിക്ക് കഴിയുന്നില്ല. ആ പട്ടിയുടെ ആത്മാവ് നേരെ നമ്മുടെ മിളയുടെ ശരീരത്തിനകത്തേക്ക് കയറും. ദേവിക്ക് മിളയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ കിട്ടിയ നേരം കൊണ്ട് മിള സ്വന്തം അമ്മയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു. അമ്മയെ തൊടുമ്പോഴേക്കും ഇവിടെ പ്രസന്റിലുണ്ടായിരുന്ന മിളയ്ക്ക് ബോധം വരും. അമ്മയാണ് ആ ലോകത്ത് നിന്നും മിളയെ ഇങ്ങോട്ട് രക്ഷപ്പെടുത്തി കടത്തിവിട്ടത്. പക്ഷേ അതിന് പ്രതിഫലമായി അമ്മയ്ക്ക് സ്വന്തം ജീവൻ കൊടുക്കേണ്ടി വന്നു. എന്റെ അമ്മ പോയി എന്ന് പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങും. അതേപോലെ നമ്മുടെ റൂഹി ആ ദേവിയുടെ നിർബന്ധം കൊണ്ട് അവളുടെ അമ്മയെ രക്ഷപ്പെടുത്താൻ വേണ്ടി സ്വന്തം ജീവൻ വെടിഞ്ഞിരിക്കുകയാണ്. അവളുടെ അമ്മയും മരണപ്പെട്ടു, റൂഹിയും മരണപ്പെട്ടു. ആ ഭണ്ഡാരമുഖി പറ്റിച്ചായിരുന്നു അവരെ. എന്നാൽ നമ്മുടെ മിളൻ മാത്രം അവളെ അമ്മയുടെ സഹായത്തോടെ രക്ഷപ്പെട്ടു. ഇപ്പൊ ബുയൂത്ത് കറക്റ്റ് മിളന്റെ കയ്യിലേക്ക് ആ ദേവി വള ഇട്ടുകൊടുക്കുന്ന സമയത്താണ് മിളനെ രക്ഷപ്പെടുത്തിയത്. അതുകൊണ്ട് അയാൾക്ക് ആ വള തിരിച്ചു കിട്ടി. ഇനി അത് പുള്ളി എന്താ ചെയ്യാൻ പോണേന്ന് നമുക്കറിയില്ല. ഇപ്പൊ എന്തായാലും നമ്മുടെ പിള്ളേര് കിട്ടിയ ജീവനം കൊണ്ട് ആ നാട് വിട്ട് രക്ഷപ്പെട്ടു പോവാണ്. അപ്പൊ ബുയൂത്ത് പറയും, ഭണ്ഡാരമുഖിയുടെ ലോകത്തേക്ക് പോയി തിരിച്ചു വന്ന ഒരേ ഒരു നർത്തകി നീ മാത്രമാണ്. ദൈവം നിന്റെ കൂടെയുണ്ട്. അത് കേട്ട് മിളൻ, ദൈവം മാത്രമല്ല എന്റെ അമ്മയും എന്റെ കൂടെ ഉണ്ടായിരുന്നു.
അവരാണ് സ്വന്തം ജീവൻ കൊടുത്ത് എന്നെ രക്ഷപ്പെടുത്തിയത്. അവൾ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോകും. അവിടെ അമ്മ ഓൾറെഡി മരണപ്പെട്ട് കഴിഞ്ഞു. ഈ സമയത്ത് നമ്മുടെ ഡാൻസിങ് വില്ലേജിൽ മരണപ്പെട്ട റുഹിയുടെയും അവൾ അമ്മയുടെയും ശരീരം സംസ്കരിക്കുകയാണ്. അതിലും ഇവർ കറുത്ത തുണി ചുറ്റുന്നുണ്ട്. ബുയത്ത് ഇനി എന്താ സംഭവിക്കാൻ പോണെന്ന് എനിക്കറിയില്ല. പക്ഷെ മറ്റൊരു ദുരൂഹ മരണം കൂടി ഈ ഗ്രാമത്തിൽ സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന കുഴിമാടത്തിൽ വെച്ച് ശപഥം ചെയ്യുന്നതായിട്ട് കാണാം. അവിടെ വെച്ച് ഡാൻസിങ് വില്ലേജ് ദ കേഴ്സ് ബിഗിൻസ് എന്ന സിനിമ അവസാനിക്കുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം മുറു കഥ.